1201 കന്നിമാസത്തിലെ ജ്യോതിഷഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. അതായത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രവചനങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. വളരെ നാളത്തെ ആഗ്രഹമാണ് ഒരു വീട് വയ്ക്കുക, അല്ലെങ്കിൽ വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങുക, അല്ലെങ്കിൽ ഒരു വീട്, ഒരു ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻ്റ് ഒക്കെ വാങ്ങുക എന്നുള്ള നിങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹം ഈ മാസം മുതൽ നിങ്ങൾക്ക് അതിൻ്റെ ആരംഭ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കാര്യങ്ങളെല്ലാം സാധിക്കുന്നതാണ്. കുടുംബ സ്വത്ത് ഭാഗം വെച്ച് അതിലൊരു വിഹിതം നിങ്ങൾക്ക് കിട്ടേണ്ടത് തീർച്ചയായിട്ടും അതിൻ്റെ സർവ്വഫലങ്ങൾ ഈ മാസം മുതൽ നിങ്ങൾക്ക് ഗുണകരമായി ലഭിക്കുന്നു. ഒരു സന്താനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ശത്രുക്കളുടെ ആക്രമണം നിങ്ങൾക്ക് കുറയുന്നു. ഒരു ശത്രുക്കൾ ഉപദ്രവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുറയാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ ജോലിക്കാർക്ക് ശമ്പള വർധനയ്ക്കോ അല്ലെങ്കിൽ ബോണസ് പോലുള്ള കാര്യങ്ങളോ ലഭിക്കുന്നതിനുള്ള സാധ്യത ഈ മാസം കാണുന്നു. അതുമൂലം ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വായിലും കുടലിലും ദേഹത്തൊക്കെ പുണ്ണുള്ള ആൾക്കാർക്ക് ഭേദം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതായത് സോറിയാസിസ് മൂലമോ ഒക്കെ ഉള്ള കഷ്ടപ്പാടുകൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്നു. പ്രമേഹം മൂലം കാലുകളിലെ മുറിവുകൾ ഭേദമായി തുടങ്ങും. ഈ മാസം മുതൽ അവർക്ക് വേദനയും കഷ്ടപ്പാടൊക്കെ മാറിക്കിട്ടും. ജോലിക്ക് പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്നവർക്കും അതിൽ പ്രവേശിക്കുവാൻ സാധിക്കും. രക്തസംബന്ധമായ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ഗുണഫലങ്ങൾ ഏറെ കാണുന്നെങ്കിലും ചില ഗ്രഹങ്ങളുടെ സഞ്ചാരം മോശരാശികളിൽ കൂടി ആയതിനാൽ മോശഫലങ്ങളും കൂടി പ്രവചിക്കേണ്ടതാണ്. അതായത് ജന്മത്തിൽ ശനി നിൽക്കുന്നു, 7.5 ശനിക്കാലമാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ബന്ധുമിത്രാദികളോട് ദേഷ്യമോ പകയോ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉറ്റ ബന്ധുക്കൾ അകന്നു പോകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉറ്റ മിത്രമോ അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കളോ ഏതെങ്കിലും രീതിയിൽ ഒരു സഹായിയോ, നിങ്ങൾക്ക് എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒരാളോ ഉണ്ടെങ്കിൽ അവർ മരണപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായം അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് കുറയുവാനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നു. അശ്രദ്ധ കാണിച്ചാൽ ധാരാളം രീതിയിലുള്ള ധനനഷ്ടം വരേണ്ട സാധ്യത കാണുന്നു. അതുകൊണ്ട് ഓരോ സാമ്പത്തിക ചുവടുവയ്പ്പും വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ നടത്താനായിട്ട്. അതുപോലെ വീഴ്ച വരാതെ ശ്രദ്ധിക്കണം. വാഹനങ്ങളിലായിരുന്നാലും നിങ്ങൾ പോകുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം വീഴ്ച വന്ന് പല ഭാഗങ്ങളും ഒടിവ് ചതവൊക്കെ വരേണ്ട ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ജാതക പരിശോധന നടത്തിയാൽ മാത്രമേ ദശാസന്ധിയുടെ കൃത്യഫലങ്ങൾ പ്രവചിക്കാൻ സാധിക്കൂ. അതുമൂലം ഉള്ള ഗുണങ്ങളൊക്കെ പ്രവചിക്കാൻ സാധിക്കണമെങ്കിൽ ജാതക പരിശോധന ആവശ്യമാണ്. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും, മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ വളരെ ഗുണമുള്ള കാര്യങ്ങൾ, പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഗുണമുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കാം. നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിലോ ഗ്രഹപകർച്ചയാണോ നടക്കുന്നതെങ്കിലോ അത് മോശഫലങ്ങളായിരിക്കും പ്രതീക്ഷിക്കാവുന്നത്. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം നിങ്ങളാൽ കഴിയുന്ന ചെറിയ പൂജകൾ ആവശ്യമാണെങ്കിൽ ചെയ്യുക. ജാതകദോഷങ്ങൾ മാറിക്കിട്ടും. ദാനധർമാദികൾ മുടങ്ങാതെ ചെയ്യുക. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്താൽ മതി. അത് വളരെ ഗുണം ചെയ്യും. ദോഷങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഫോണിലോ വാട്സപ്പിലോ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഈ കന്നിമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.